പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക തിരുസഭ ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 19 37 തിരുവചനം: തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ അത് മുറിവേറ്റ് മുറിവുണക്കിയവന്റെ തിരുനാളാണ്. സുരഭില കാഴ്ചയും ബലിയുമായി കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചവന്റെ തിരുനാളാണ്. അന്നമായും അപ്പമായും എല്ലാവർക്കും അഭയമരുളിയവന്റെ തിരുനാളാണ്. ഹൃദയമില്ലാത്തവരുടെ എണ്ണം പെരുകുന്ന ഈ സമൂഹത്തിൽ ഹൃദയം പിളർന്ന് ജലരക്തമൊഴുക്കി രക്ഷ നൽകിയവന്റെ തിരുനാളാണ്. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ സ്നേഹോഷ്മളമായ ആശംസകൾ. ക്രൂരത ആൾരൂപം പൂണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയതിന്റെ ഉള്ളുലയ്ക്കുന്ന നൊമ്പര കാഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷം തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോ പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട, അവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം. ഈശോ നൽകുന്ന ഈ വലിയ പാഠം നമുക്കും പഠിക്കാം. സ്വന്തം മാതാപിതാക്കളുടെ കൈകളിൽ പോലും സുരക്ഷിതരല്ലാത്ത കുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിക്കാം, അവർക്കായി സംരക്ഷണ കവചം തീർക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. സൗഖ്യത്തിന്റെ സംതൃപ്തിയിൽ സ്വസ്ഥരായിരിക്കാതെ ഈശോയെ പോലെ മറ്റുള്ളവരുടെ മുറിവുണക്കാൻ നമുക്ക് കഴിയണം. പാപഭാരത്താൽ ശിരസു കുനിഞ്ഞവരെയും സ്നേഹരാഹിത്യത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും കാഠിന്യം അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തി ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് പറയാൻ നമുക്കാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഓ ദൈവമേ, മുറിവേറ്റ സ്നേഹമേ, ക്രൂരതയുടെ കുഷ്ഠം ബാധിച്ച് മനുഷ്യ മനസാക്ഷി മരവിച്ചിരിക്കുന്നു. ഭൂമിയിലെങ്ങും അധാർമികതയുടെ ദുർഭൂതം കൊടികുത്തി വാഴുന്നു. എന്നിട്ടും ധാർമ്മികതയുടെ സംരക്ഷകരാകേണ്ട ഞങ്ങൾ പ്രതികരണശേഷിയില്ലാത്തവരെ പോലെ നിഷ്ക്രിയരായി മൗനം പാലിക്കുന്നു. നിസ്സംഗതയുടെ കരിബിംബങ്ങൾ ഞങ്ങളെ ആവരണം ചെയ്യുന്നു. മാപ്പു തരണേ. ശിലാതുല്യമായ പാപപങ്കിലമായ രോഗാതുരമായ വ്രണിതമാക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേ തിരുഹൃദയത്തോട് ചേർത്ത് വച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ.